സ്നേഹമുള്ള സഹോദരങ്ങളെ, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 9-ാം തിരുവചനം. അഷ്ടസൗഭാഗ്യങ്ങളിലെ ഈ വാക്യം അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുകയാണ്. കാരണം ജീവിതം മുഴുവൻ സമാധാനം സ്ഥാപിക്കാനായിട്ട് പരിശ്രമിച്ച് ദൈവത്തിൻ്റെ പുത്രനായിത്തീർന്ന അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് യുദ്ധങ്ങളും ഉച്ചനീചത്വങ്ങളും നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ഫ്രാൻസിസ് തൻ്റെ പേരിനും പ്രശസ്തിക്കും വേണ്ടി ഒരു മാടമ്പിയാകാനുള്ള ആഗ്രഹത്തോടെ യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെടുമ്പോൾ യഥാർത്ഥ സമാധാനമായ ക്രിസ്തു അവനോട് ആവശ്യപ്പെടുകയാണ്, നീ യജമാനനായ ദൈവത്തെ സേവിക്കുക. അവൻ്റെ തിരിച്ചറിവ്, യഥാർത്ഥ സമാധാനം അത് ക്രിസ്തുവാണ് എന്നുള്ള തിരിച്ചറിവ് അവനെ പിറകോട്ട് നടക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ യുദ്ധവും പ്രശ്നങ്ങളുമൊക്കെ കൊടുമ്പിരിക്കൊണ്ടു നിന്നിരുന്ന ഈ കാലഘട്ടത്തിൽ സമാധാനത്തിന് വേണ്ടി ഫ്രാൻസിസ് ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. ഈ സമാധാനം അദ്ദേഹം തിരിച്ചറിയുന്നത് അസീസിയിലെ മെത്രാസനത്തിൽ വെച്ചാണ്. എങ്ങനെയാണെന്നോ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അസീസിയിലെ മേയറും അസീസിലെ മെത്രാനും തമ്മിൽ കലഹത്തിലായിരുന്നു. കാരണം അസീസിയിലെ മേയറെ സഭയിൽ നിന്ന് മെത്രാൻ പുറത്താക്കുകയും അസീസിയിലെ മേയർ മെത്രാനോട് കൽപ്പിക്കുകയാണ്, അങ്ങേക്ക് ഇവിടെ ക്രയവിക്രയങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, സ്ഥലങ്ങളോ സ്ഥാപനങ്ങളോ വാങ്ങാൻ പാടില്ല. ഇങ്ങനെ നിർബന്ധിതമാക്കപ്പെട്ട അവസ്ഥയിൽ ഇവർ തമ്മിൽ രമ്യതയിലായിരുന്നില്ല. ഇവരെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരുവാൻ, സമാധാനത്തിലേക്ക് കൊണ്ടുവരുവാൻ അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ് ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. തൻ്റെ സഹോദരന്മാരോട് ആവശ്യപ്പെടുകയാണ്. ഫ്രാൻസിസ് പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങൾ മേയറുടെ അടുത്തേക്ക് പോവുക. അതിനുശേഷം മേയറെയും കൂട്ടി മെത്രാസന്ന മന്ദിരത്തിൽ പോയി അവിടെ മെത്രാൻ്റെ മുമ്പിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സൂര്യകീർത്തനം പാടുവിൻ. എല്ലാ സൃഷ്ടജാലങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്തണമേ എന്നുള്ള സൂര്യകീർത്തനം ആലപിച്ചുകൊണ്ട് സഹോദരന്മാരായിരിക്കുമ്പോൾ മേയർ മെത്രാൻ്റെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിക്കുക. മെത്രാൻ പിതൃവാത്സല്യത്തോടെ മേയറെ എഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്ത്, സഹോദര, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അന്നു മുതൽ മേയറും മെത്രാനും തമ്മിൽ സൗഹൃദത്തിലാവുകയാണ്, സമാധാനത്തിലാവുകയാണ്. ഇവരുടെ സൗഹൃദം എല്ലാവർക്കും വളരെയേറെ പ്രചോദനാത്മകമായിട്ട് തീരുന്നു. അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ് സമാധാനത്തിന് വേണ്ടി ഇങ്ങനെ പ്രവർത്തിക്കാനായിട്ടുള്ള കാരണം, യഥാർത്ഥമായ സമാധാനം തിരിച്ചറിയാൻ തനിക്ക് കഴിയുന്നത് അസീസിയിലെ മെത്രാസനത്തിൽ വെച്ച് ഇതിനു മുമ്പ് അദ്ദേഹത്തിന് ഒരു അനുഭവമുണ്ട്. ദൈവമാണ് സമാധാനമെന്ന് തിരിച്ചറിഞ്ഞ അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ് തൻ്റെ പിതാവായ പീറ്റർ ബെർണാഡോയുടെ കുറച്ച് പണവും അതുപോലെ സാമഗ്രികളും എടുത്ത് ദൈവത്തിൻ്റെ ആലയം പുതുക്കി പണിയാനായിട്ട് പരിശ്രമിക്കുമ്പോൾ തൻ്റെ പിതാവ് അതിൽ നിന്ന് വിലക്കുകയാണ്. തനിക്കെതിരെ കേസ് കൊടുക്കുകയാണ്. മെത്രാൻ്റെ അടുത്ത് പോയി മെത്രാനോട് പരാതിപ്പെടുകയാണ്. ഈ പരാതിയുടെ വെളിച്ചത്തിൽ മെത്രാൻ അസീസിലെ വിശുദ്ധ ഫ്രാൻസിസിനെ വിളിച്ച് ശകാരിക്കുകയും അവിടെ വെച്ച് താൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം പോലും എൻ്റേതാണ് എന്ന് അവകാശപ്പെടുമ്പോൾ തൻ്റെ പിതാവായ പീറ്റർ ബെർണാഡോയുടെ മുമ്പിൽ തൻ്റെ വസ്ത്രം പോലും അഴിച്ചു വെച്ച്, ഇന്നു മുതൽ എനിക്ക് എൻ്റെ ദൈവമാണ് പിതാവ് എന്ന് അദ്ദേഹം അഭിസംബോധന ചെയ്ത് വിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥമായ സമാധാനമായ ദൈവമാണ് എൻ്റെ അപ്പച്ചൻ എന്ന് ഉറക്കെ പറഞ്ഞ അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ്, അദ്ദേഹം അങ്ങനെ ആ സമാധാനത്തിൽ ജീവിക്കാനായിട്ട് ആരംഭിക്കുക. പിന്നീട് ജീവിതത്തിലുടനീളം അധരത്തിലും ഹൃദയത്തിലും സമാധാനം പേറിക്കൊണ്ട് തന്നെ കൊല്ലാനായിട്ട് കടന്നു വരുന്ന ചെന്നായിയുടെ അടുത്തേക്ക് സഹോദര എന്ന് പറയുകയും കുരിശ് യുദ്ധങ്ങളുടെ കാലത്ത്
ആയുധങ്ങളൊന്നുമില്ലാതെ സുൽത്താൻ്റെ അടുത്തേക്ക്, മാലിക് അൽ കമൽ എന്ന് പറയുന്ന സുൽത്താൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുവാനും സഹോദരം പങ്കുവയ്ക്കുവാനുമൊക്കെ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു സമാധാനത്തിൻ്റെ വക്താവായിട്ട് ജീവിച്ചതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഫ്രാൻസിസിൻ്റെ തിരുനാളിന് ഒരുങ്ങുമ്പോൾ നമുക്കും സമാധാനത്തിൻ്റെ വക്താക്കളായിട്ട് മാറാം, സമാധാന സൃഷ്ടാക്കളായിട്ട് തീരാം. അതിന് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ പോലെ പ്രാർത്ഥിക്കാനായിട്ട് കഴിയട്ടെ. ദൈവമേ, എന്നെ അങ്ങയുടെ സമാധാനത്തിൻ്റെ ഒരു ഉപകരണമാക്കണമേ. സൂര്യകീർത്തനത്തിൻ്റെ 800-ാം വാർഷികം ആചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സമാധാനം സ്ഥാപിക്കുന്നവർ ദൈവത്തിൻ്റെ പുത്രന്മാരാണ് എന്നുള്ള വാക്യത്തെ ആസ്പദമാക്കി ഫ്രാൻസിസ് കുറിച്ചിട്ടുള്ളത് സമാധാന സൃഷ്ടാക്കൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കിരീടത്തിന് അർഹരായിട്ട് തീരും. ദൈവത്തിൻ്റെ പുത്രന്മാരായി തീരുകയും ദൈവം നൽകുന്ന കിരീടം, ആ സമാധാനത്തിൻ്റെ കിരീടം ധരിക്കുവാൻ നമുക്ക് ഓരോരുത്തരും കഴിയട്ടെ. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കും പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നെ അങ്ങയുടെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ.